ആഗോള അയ്യപ്പ ഭക്തസംഗമം തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. അയ്യപ്പ ഭക്തസംഗമത്തിനോട് ബി.ജെ.പിക്ക് വിയോജിപ്പില്ലെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അയ്യപ്പൻ്റെ മുന്നിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കുമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത്? സമത്വത്തിൻ്റെ പേരിലാണ് നേരത്തെ യുവതീ പ്രവേശനത്തെ എതിർത്തതെങ്കിൽ ഇവിടെ എന്ത് സമത്വമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്? ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ കമ്മ്യൂണിസത്തിൽ പറയുന്ന സമത്വം? ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്? ഇതിലാണ് ഗവൺമെൻറ്, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതിനെക്കുറിച്ച്. ഇന്ത്യയിലെ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ഇക്കാര്യത്തിൽ NSSൻ്റെയും SNDPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഗമത്തിൽ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂവെന്ന് NSSും ആചാരലംഘനം പാടില്ലെന്ന് SNDPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡാണോ CPM ആണോ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് K ശ്രീകാന്ത് എന്നിവരും സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.